എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 മണി ചായയുടെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റായും വേണമെങ്കിൽ ഡിന്നറായും ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് റവയൊന്ന് കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് റവയാണ് എടുത്തിന്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. സാധാ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഏത് കപ്പിനാണോ അളന്നെടുക്കുന്നത്, കപ്പളവൊന്നും വേണമെന്നൊന്നുമില്ല, കപ്പോ ഗ്ലാസ്സോ ഏതാണോ എടുക്കുന്നത് അതിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 15 മുതൽ ഒരു 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതാ ഇത് കുതിരാനായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുതിർത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആ ഒരു വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അതൊന്ന് ഊറ്റിക്കളയാം. അതിനുശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെള്ളം ഊറ്റി മാറ്റുക. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതും കൂടെ ഞാൻ ഊറ്റിക്കളയുന്നുണ്ട്. വെള്ളം അധികം വേണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ബാക്കിയുള്ള മാവിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ക്രഷ് ചെയ്തത്, ഒരു കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. ഒരുപാട് ലൂസുമായി പോകരുത്, ഒരുപാട് തിക്കുമായി പോകരുത്. അധികം വെള്ളം ചേർക്കാണ്ട് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിതാ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലൊരു കേക്ക് ടിന്ന് ഇറച്ചി വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് ടിന്നോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും എടുക്കുക. പിന്നെ അല്പം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയോ ഗീയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റോളം വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ട് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ബാറ്റർ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ചൂട് പോകുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല കളർ ഉണ്ടാവും, പിന്നെ എരിവും കുറവായിരിക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മല്ലിയില കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കുന്ന സമയത്ത് കട്ടിയിലാണ് ഉള്ളതെങ്കിൽ 1-2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തത് അത്യാവശ്യം ഒന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറുതായിട്ട് ചൂട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് ഇളകി കിട്ടും. അപ്പോൾ ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മുളകെല്ലാം മിക്സ് ചെയ്തതുണ്ടല്ലോ, അത് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതിങ്ങനെ സ്പ്രെഡാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം
പൊരിക്കുന്നത് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കറിയുടെ കൂടെയും കഴിക്കാം. നല്ല മീൻ കറിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം അങ്ങനെയാണ് കഴിക്കുന്നതെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കിയ കുരുമുളകിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാനൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറേ വെളിച്ചെണ്ണയൊന്നും വേണ്ട, അത്രേ വേണ്ടൂ. 1-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് അതിലേക്ക് ഇത് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. തീ കൂടി പോകണ്ട, അന്നേരം അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇത് റെഡിയാക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു ഭാഗം ഒരു 2 മിനിറ്റോളം വെക്കുക ചെറിയ തീയിൽ. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 മിനിറ്റോളം വെക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ ഇതാ ഈ സൈഡൊക്കെ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണ ഇങ്ങനെ ഇതിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സൈഡും ഒന്ന് മുരിഞ്ഞതുപോലെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതാ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ റെഡിയാകുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ സെർവ് ചെയ്ത് ചൂടോടെ തന്നെ നമുക്ക് നല്ല ചൂട് ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്യാണ്ടാണ് കഴിക്കുന്നതെങ്കിൽ നല്ല കറി കൂട്ടിയിട്ട് നല്ല മീൻ കറീൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. കറി നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, കറി ഇല്ലാതെയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒന്നിക്കൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആവിയിൽ വേവിച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങ് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ, ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.